ഗോൾഡ് ഹൗസ്, ഓൾഡ് ബസ് സ്റ്റാൻഡ്, പയ്യന്നൂർ. മംഗല്യ സ്വപ്നങ്ങൾക്ക് ചാരുതയേകാൻ കല്ലറിക്കൽസ് ഗോൾഡ് പാർക്ക്, പയ്യന്നൂർ. പയ്യന്നൂർ റൂറൽ ബാങ്ക്, വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. Purity Gold, pure tradition. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Back Bazaar near Hotel Top Star, Old Bus Stand, Main Road, Payyanur. Cooperative National College, Perumba, Payyanur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മൃഗബലി വിവാദത്തിൽ മറുപടിയുമായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ട്രസ്റ്റ്. DK ശിവകുമാറിന്റെ പരാമർശം പോലൊരു കാര്യം നടന്നിട്ടില്ലെന്നും സംഭവം തെറ്റിദ്ധാരണാജനകമെന്നും ഇത്തരമൊരു ചർച്ച ക്ഷേത്രത്തിന് പേരുദോഷമുണ്ടാക്കുന്നതെന്നും മാധ്യമങ്ങളോട് ക്ഷേത്രം ഭാരവാഹികൾ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചുകാട്ടി സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും ചില മാധ്യമങ്ങളും സ്വീകരിക്കുന്നതെന്ന് മുൻ MLA TV രാജേഷ്. കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും TV രാജേഷ്. കേരളത്തിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നു എന്ന DK ശിവകുമാറിന്റെ ആരോപണം കേരള സമൂഹത്തെ അപമാനിക്കുന്നതാണെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമെന്നും N ഹരിദാസ്. ഈ വേനലവധിയും കഴിഞ്ഞു. കുട്ടികൾക്ക് കയറാനാകാതെ നഗരസഭയുടെ കുട്ടികളുടെ പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥ പരിതാപകരം. വാർത്തകൾ വിശദമായി. മൃഗബലി വിവാദത്തിൽ മറുപടിയുമായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ട്രസ്റ്റ്. DK ശിവകുമാറിന്റെ പരാമർശം പോലൊരു കാര്യം നടന്നിട്ടില്ലെന്നും സംഭവം തെറ്റിദ്ധാരണാജനകമെന്നും ഇത്തരമൊരു ചർച്ച ക്ഷേത്രത്തിന് പേരുദോഷമുണ്ടാക്കുന്നതെന്നും ക്ഷേത്രം ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു. ഒരു തികച്ചും മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി ഭഗവാനെ സമർപ്പണമല്ലാതെ മറ്റൊരാളുടെ വകയായിട്ടുള്ള നിവേദ്യങ്ങളോ പായസങ്ങളോ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുമ്പോൾ ഇവിടെ നടത്താറില്ല. ഇവിടെ ഭഗവാനത് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. ഇവിടുത്തെ നിവേദ്യം പ്രഭാതമായിട്ട് കൊടുക്കുന്നതല്ലാതെ മറ്റുള്ള ആൾക്കാരെ ഒരു നിവേദ്യങ്ങളോ പാൽപ്പായസം മറ്റോ തുച്ചമ്പരത്തും മറ്റൊക്കെ നടത്തുന്ന പോലെ മറ്റുള്ള പായസങ്ങളോ മറ്റുള്ള വഴിപാടുകളോ ഇവിടെ സ്വീകരിക്കാറെല്ലാം ചെയ്യാറില്ല. ഇത് പണ്ടേ നടന്നു വരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അനാവശ്യമായിട്ടുള്ള ഈ ഒരു വിവാദം വന്നതുകൊണ്ട് ഇപ്പോൾ അത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എന്നോടും ഞങ്ങളെ സമൂഹത്തോടും ഞങ്ങൾ തന്ത്രി സമൂഹത്തോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ. അതൊരു നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മൾ ഈ ഭക്തജനങ്ങളുടെ ഇടയിൽ വല്ലാത്തൊരു അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ അതൊരു എങ്ങനെയാണ് അതൊരു ഭരണം ചെയ്യുക എന്നുള്ള നിലക്ക് ഇന്നലെ പത്രത്തിൽ ഞാൻ നിങ്ങളൊരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. ഇങ്ങനെ നടത്താറില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നു. പിന്നെ മാത്രമല്ല ചാനലിലൊക്കെ ഇതിനെ പറ്റിയിട്ട് വിശദീകരണങ്ങളും മറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ ഒരുപാട് ആൾക്കാർ കർണാടകത്തു നിന്ന് ഈ എല്ലാ കറുത്ത വാവ് ദിവസങ്ങളിലും ഇവിടെ വന്ന് തൊഴാറുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കാണ് അവർ. അപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഇത് ഇങ്ങനെ ഈ ചർച്ച വന്നാൽ അത് നമ്മൾക്ക് ക്ഷേത്രത്തിലേക്കൊരു പേരുദോഷത്തിനും കൂടിയുള്ള വഴിയാവും. അതുകൊണ്ട് അദ്ദേഹം അതൊരു ഈ 15 തളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൻ്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ വെച്ചിട്ടാണ് നടന്നത് എന്നൊക്കെ പറഞ്ഞുവെങ്കിലും പക്ഷെ അതൊരു നമ്മുടെ ദേവനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ന്യൂനതയായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രശസ്തിക്ക്. അതുകൊണ്ട് അത് നിർബന്ധമായിട്ടും മറ്റുള്ള ഭക്തജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെയൊരു സംഗതി നടന്നിട്ടില്ല. അതുകൊണ്ട് അതൊരു തെറ്റിദ്ധാരണാജനകമാണ് എന്ന് എല്ലാ ആൾക്കാരെ അറിയിക്കാൻ കൂടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചുകാട്ടി സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും ചില മാധ്യമങ്ങളും സ്വീകരിക്കുന്നതെന്ന് മുൻ MLA TV രാജേഷ്. മാടായി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും ഉപഹാര സമർപ്പണവും എരിപുരം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമാണ്.
സാധാരണക്കാർക്ക് വായ്പ ലഭ്യമാക്കുന്നതിന് ഉൾപ്പെടെ ലളിതമായ വ്യവസ്ഥയാണ് തുടർന്നു വരുന്നത്. എന്നാൽ സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിക്കുന്നത് എന്ന് മുൻ MLA TV രാജേഷ് പറഞ്ഞു. നമ്മുടെ പ്രധാനമന്ത്രി വിദേശത്ത് പോകുമ്പോൾ ആ സംഘത്തിലുണ്ടായ ഒരാൾ ICICI ബാങ്കിന്റെ മേധാവിയാണ്, മിസസ് കൊച്ച. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അവര് വീഡിയോ കോണിന് വഴിവിട്ട് വായ്പ കൊടുത്തു 3250 കോടി രൂപ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കമ്പനിയുടെ മേജർ ഷെയർ അവരുടെ ഭർത്താവിന്റെ കമ്പനിയിലേക്ക് മാറ്റി. അവർക്കെതിരെ പിന്നീട് കേസ് വന്നു, അവർ ജയിലിലായി, അവർ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി അവരെ പുറത്താക്കിയത് ശരിവെച്ചു. നമ്മൾ മനസ്സിലാക്കണം. ബാങ്കിൽ നിന്ന് ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഇന്റേണൽ ഓഡിറ്റർ നാരായണൻ, ബ്രാഞ്ച് മാനേജർ TP നാരായണൻ, സീനിയർ ക്ലർക്ക് PV പ്രകാശൻ, ടൈപ്പിസ്റ്റ് N ശശീന്ദ്രൻ, ഫണ്ട് കളക്ടർ PV ഈശ്വരൻ, അറ്റൻഡർ PP കുമാരൻ, അപ്രൈസർ കം അറ്റൻഡർ TP മുരളി എന്നിവർക്കാണ് യാത്രയപ്പ് ഒരുക്കിയത്. വിരമിക്കുന്നവർക്കുള്ള ഉപഹാരങ്ങൾ TV രാജേഷ് നൽകി. ബാങ്ക് പ്രസിഡന്റ് K പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് സെക്രട്ടറി T മുരളി, AP ഗംഗാധരൻ, PP ദാമോദരൻ, T സന്തോഷ് കുമാർ, AP രജനി, T ചന്ദ്രൻ, K സന്തോഷ്, V വിനോദ്, KV ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. കേരളത്തിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നു എന്ന DK ശിവകുമാറിന്റെ ആരോപണം കേരള സമൂഹത്തെ അപമാനിക്കുന്നതാണെന്നും N ഹരിദാസ് പറഞ്ഞു. ഇത്തവണ തിരഞ്ഞെടുപ്പ് ഫലം NDAക്ക് അനുകൂലമായിരിക്കുമെന്നും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്നും BJP ഗവൺമെന്റ് നടപ്പാക്കി വരുന്ന വികസന പ്രവർത്തനം വോട്ടായി മാറുമെന്നും N ഹരിദാസ് പറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വികസനമാണ് നരേന്ദ്രമോദിയുടെ സങ്കല്പവും സ്വപ്നവും. അത് യാഥാർത്ഥ്യമായി കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ BJP ഗണ്യമായ രീതിയിൽ വോട്ട് വർധനമുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. BJPയിൽ മാത്രമേ പ്രതീക്ഷയുള്ളൂ. മറ്റു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, വാഴ കൊലച്ചു കഴിഞ്ഞാൽ അത് കൊത്തണം. കൊലച്ചു കഴിഞ്ഞ പാർട്ടികളായി മറ്റു പാർട്ടികൾ മാറി, കോൺഗ്രസും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും. കർണാടക സർക്കാരിനെ താഴെയിറക്കാൻ മൃഗബലി നടന്നു എന്നാണ് DK ശിവകുമാറിന്റെ ആരോപണം. കേരളത്തിൽ രാജരാജേശ്വരി ദേവസ്ഥാനത്തിന് അടുത്താണ് പൂജ നടത്തിയത് എന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി 21 ആടുകൾ, 5 പോത്തുകൾ, 21 കറുത്ത ആടുകൾ, 5 പന്നികൾ എന്നിവയെ ബലി നൽകിയെന്നാണ് ശിവകുമാർ ആരോപിച്ചത്. ജനാധിപത്യ രാഷ്ട്രത്തിൽ ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് കേരള സമൂഹത്തെ ആകെ അപമാനിക്കുന്ന പ്രസ്താവനയാണ് DK ശിവകുമാർ ചെയ്തത്. എന്നാൽ ഇതിനെതിരെ പ്രതികരിക്കാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോ UDFോ തയ്യാറായിട്ടില്ല എന്നും N ഹരിദാസ് പറഞ്ഞു. KPCCയുടെ അധ്യക്ഷൻ കണ്ണൂർക്കാരനാണ്. എന്തുകൊണ്ട് ശിവകുമാറിനോട് തിരുത്താൻ പറഞ്ഞിട്ടില്ല? എന്തുകൊണ്ട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല? സാംസ്കാരിക നായകന്മാർ പ്രതികരിച്ചിട്ടില്ല? ഒരു സാംസ്കാരിക നായകന്മാരുടെയും നാവ് ഇറങ്ങിപ്പോയോ? നാവിൽ നിന്നും ഒരക്ഷരം പ്രതിഷേധം വന്നിട്ടില്ല, ഒരു പേന ചലിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഒരാളും പ്രതിഷേധിക്കുന്നില്ല. എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല? ഒരു അന്യ സംസ്ഥാനത്തുള്ള, ഒരു അടുത്ത സംസ്ഥാനത്തുള്ള ഉപമുഖ്യമന്ത്രി കേരള സംസ്ഥാനത്തെ പൊതുവെ അവഗണിച്ചപ്പോൾ ആഭിജാത്യ കർമ്മങ്ങളുടെ നാടാണ് കേരളമെന്ന് പറയുമ്പോൾ 3.25 കോടി ജനങ്ങളെയാണ് അവഗണിച്ചത്. P ഭാസ്കരൻ, K സജീവൻ, അഡ്വക്കേറ്റ് സജിത് കുമാർ, ശ്രീധരൻ ഉണ്ണി തുടങ്ങിയ നേതാക്കളും BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസിനൊപ്പം ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്. ഈ വേനലവധിയും കഴിഞ്ഞു. കുട്ടികൾക്ക് കയറാനാകാതെ പയ്യന്നൂർ നഗരസഭയുടെ കുട്ടികളുടെ പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥയാണിത്. ഈ വർഷം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പാർക്ക് അടച്ചിട്ടത്. ഇന്ത്യയുടെ കരുത്ത് നിങ്ങളാണെന്ന് കുട്ടികളോട് പറഞ്ഞ് കടന്നുപോയ ഈ മഹാമനുഷ്യൻ തല പാതി താഴ്ത്തി നമിച്ചു നിൽക്കുന്നത് ഒരുപക്ഷെ തൻ്റെ മുന്നിലുള്ള കെടുകാര്യസ്ഥതയുടെ ഈ കാഴ്ച കണ്ടാവണം. അല്ലെങ്കിലും പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തെ നഗരസഭയുടെ അധീനതയിലുള്ള കുട്ടികളുടെ പാർക്കിന്റെ ഈ അവസ്ഥ കണ്ടാൽ ആരായാലും നമിച്ചു പോകും. ഒരു വേനലവധി കൂടി കടന്നുപോയി. കഴിഞ്ഞ 2 മാസക്കാലവും പാർക്ക് കുട്ടികൾക്ക് കയറാനാകാതെ അടഞ്ഞു തന്നെ കിടന്നു. കുട്ടികൾക്ക് കളിക്കാനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനുമുള്ള പാർക്കിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയാണ്. ഇരിപ്പിടങ്ങളിലും വാഷ് ബേസിനിലും വെള്ളം കെട്ടിക്കിടന്ന് കൊതുക് വളർത്ത് കേന്ദ്രമായി മാറിയിരിക്കുന്നു. മഴക്കാല മുന്നൊരുക്കം തകൃതിയായി നടത്തുന്നവരുടെ ശ്രദ്ധ ഇതിന്റെ 4 അയലത്ത് പോലും എത്തിയിട്ടില്ലെന്നതിന് വേറെ തെളിവൊന്നും വേണ്ട. പാർക്കിന്റെ ഒരു ഭാഗം കാട് കയറി ഇരിപ്പിടങ്ങളെ മൂടാനുള്ള തയ്യാറെടുപ്പിലാണ്. കുട്ടികളുടെ പല കളിയുപകരണങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് നാശത്തിന്റെ വക്കിലാണ്. ഓപ്പൺ ജിം സംവിധാനത്തിനായുള്ള ഉപകരണങ്ങളും തുരുമ്പെടുത്തു. പാർക്കിലൊരുക്കിയ ഇരിപ്പിടങ്ങളും നാശത്തിന്റെ വക്കിലാണ്. ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണിവിടം. പയ്യന്നൂർ നഗരസഭ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളിലും കാണിക്കുന്ന ഗൗരവമില്ലായ്മ തന്നെയാണ്
കുട്ടികളുടെ ഈ പാർക്കിനകത്തും കാണിച്ചിരിക്കുന്നത്. മധ്യവേനൽ അവധിക്കാലം ഉല്ലസിക്കേണ്ട കുട്ടികൾക്ക്, വലിയ പഠനഭാരമുള്ള കുട്ടികൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കുകയാണ് ഈ പാർക്ക് പൊളിക്കുന്നതിലൂടെ നടന്നത്. എന്നാൽ അത് ദ്രുതഗതിയിൽ പണിയും എന്ന പ്രതീക്ഷയെല്ലാം ആസ്ഥാനത്താക്കിക്കൊണ്ട് അതിൻ്റെ പണി ആകെ നിലച്ചിരിക്കുന്നു എന്നതിനപ്പുറം അശാസ്ത്രീയമായാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. 2008 പയ്യന്നൂർ നഗരസഭാ സ്റ്റേഡിയത്തിന് സമീപം പാർക്ക് നിർമ്മിച്ചത്. കോവിഡ് കാലം മുതൽ പൂർണ്ണമായും അടഞ്ഞുകിടന്ന പാർക്ക് കഴിഞ്ഞ വർഷമാണ് തുറന്നു നൽകിയത്. ഈ വർഷം നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പേരിലാണ് പാർക്ക് വീണ്ടും അടച്ചിട്ടത്. നേരവും കാലവും നോക്കി പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നുവെങ്കിൽ കുട്ടികൾക്ക് അത് ഉപകാരപ്പെടുമായിരുന്നു. എന്നാൽ മഴക്കാലം എത്താറായപ്പോഴാണ് ഉത്തരവാദപ്പെട്ടവർക്ക് പാർക്ക് നവീകരണത്തെക്കുറിച്ച് ചിന്ത വന്നത്. പാർക്ക് തുടങ്ങിയ സമയത്ത് പണിത കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടങ്ങൾ പണിയാനുള്ള തീരുമാനത്തിലാണിപ്പോൾ അധികൃതർ. പുതിയ കെട്ടിടത്തിന്റെ തറ നിർമ്മിച്ചു എന്നല്ലാതെ മറ്റൊന്നും തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിലും ഏറ്റെടുത്ത പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങണമെന്ന ആവശ്യമുള്ളവർക്ക് പ്രവൃത്തി തുടങ്ങാൻ പറ്റിയ കാലം മഴക്കാലം തന്നെയാണ്. മഴയെ പഴിച്ചാൽ മതിയല്ലോ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സ്കൂളിലെ ആദ്യ മണിയൊച്ചയ്ക്ക് ഇനി ഒരു ദിവസം മാത്രം ബാക്കി. സജീവമായി സ്കൂൾ വിപണി. വൈവിധ്യമാർന്ന ബാഗുകളുടെയും കുടകളുടെയും വൻ ശേഖരമാണ് ഇത്തവണത്തെ വിപണിയെയും സജീവമാക്കുന്നത്. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണി സജീവമായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് വിലവർധനവ് ഉണ്ടായിട്ടുണ്ടെങ്കിലും വിപണിയെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. ആദ്യമായി സ്കൂളിൽ പോകാൻ തയ്യാറെടുക്കുന്ന കുരുന്നുകളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തവണയും സ്കൂൾ വിപണി ഒരുങ്ങിയിരിക്കുന്നത്. ബാഗുകൾക്കും കുടകൾക്കുമാണ് ആവശ്യക്കാർ ഏറെയും. ബാഗുകളുടെ വിൽപ്പന കുറവാണ്. കാരണം നിലവിൽ ഇപ്പോൾ ക്വാളിറ്റിയുള്ള ബാഗുകൾ മാത്രമാണ് കസ്റ്റമർ എടുക്കുന്നത്. വാറണ്ടിയൊക്കെ ഉള്ള സാധനങ്ങളായതുകൊണ്ട് 2 വർഷം 3 വർഷമൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗുകൾ വിൽപ്പന നടത്തുന്നതുകൊണ്ട് ബാഗുകളുടെ വിൽപ്പന കുറവുണ്ടെങ്കിൽ പോലും അനുബന്ധ സാധനങ്ങൾ, കൊട, റെയിൻകോട്ട്, വാട്ടർ ബോട്ടിൽ, ടിഫിൻ ബോക്സ് പോലെയുള്ള സാധനങ്ങളുടെ വിൽപ്പന വളരെ കൂടിയിട്ടുണ്ട്. നല്ല സെയിലാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം കഴിഞ്ഞ അപേക്ഷിച്ച് ബാഗ് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു വർഷമാണ്. 500 മുതൽ 1500 രൂപ വരെ ഈ ബാഗുകൾക്ക് വില വരും. അതേസമയം അല്പം മുതിർന്ന കുട്ടികൾക്കായി ബ്രാൻഡഡ് ബാഗുകളും കടകളിൽ തയ്യാറാണ്. നോട്ട്ബുക്കുകൾ, പെൻസിൽ, പേന, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിലുകൾ, നെയിം സ്ലിപ്പുകൾ, പേപ്പർ റോളുകൾ, ചെരുപ്പുകൾ, ഷൂസുകൾ, യൂണിഫോം, മഴക്കോട്ടുകൾ അടക്കമുള്ള എല്ലാ സാമഗ്രികളും ഒരുക്കിയാണ് സ്കൂൾ വിപണികൾ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. എന്നാൽ കത്തിയാളിയ കൊടും ചൂടിന് പിന്നാലെ എത്തിയ മഴ ഇത്തവണ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. മാടായി തിരുവർകാട്ടുകാവ് ക്ഷേത്രം കലശ മഹോത്സവം ജൂൺ 2 ഞായറാഴ്ച വൈകിട്ട് നടക്കും. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നാണ് കലശ മഹോത്സവം അറിയപ്പെടുന്നത്. നിരവധി തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. കേരളത്തിലെ ശാക്തേയ കാവുകളിൽ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന മാടായി തിരുവർക്കാട്ടുകാവിലെ പെരുങ്കളിയാട്ടം എന്നറിയപ്പെടുന്ന കലശ മഹോത്സവം ജൂൺ 2 ഞായറാഴ്ച ക്ഷേത്രത്തിൽ നടക്കും. കലശ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള തട്ട് വർഷങ്ങളായി രാമപുരത്തെ കൊട്ടാരം തറവാട്ടിൽ നിന്നാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. 50 വർഷത്തെ ഇടവേളയ്ക്കു ശേഷം ഇത്തവണ വെങ്ങരയിലെ കൊള്ളിയൻ കക്കാടൻ തറവാട്ടുകാരുടെ തട്ടുകൂടി ക്ഷേത്രത്തിൽ എത്തിക്കും. ആയിരങ്ങളാണ് മാടായിക്കാവ് കലശോത്സവം കാണാൻ ക്ഷേത്രത്തിൽ എത്തിച്ചേരുക. തട്ടുപറിക്കു ശേഷം ദൈവങ്ങളുടെ പുറപ്പാട് നടക്കും. തിരുവർക്കാട്ട് ഭഗവതി, ക്ഷേത്രപാലകൻ, വേട്ടുവച്ചേകോൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി, മാഞ്ഞാളമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം നവീകരണ സമിതി ജനറൽ സെക്രട്ടറി KVN ബൈജു പറഞ്ഞു. മാടായിക്കാവിലമ്മയുടെ ഈ വർഷത്തെ കലശ മഹോത്സവം പെരുങ്കളിയാട്ടം ജൂൺ 2 വൈകുന്നേരം കലശത്തട്ട് വരവും മീനമൃത് സമർപ്പണവും അതുപോലെ തന്നെ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാടോടും കൂടി ആരംഭം കുറിക്കുകയാണ്. കഴിഞ്ഞ 19 ദിവസമായി വിവിധ ചടങ്ങുകളും തോറ്റങ്ങളുമായി ഇതുവരെ നടന്നു വരികയാണ്. മാടായിക്കാവിലെ കലശ മഹോത്സവം നടക്കുന്ന ജൂൺ 2 തന്നെയാണ് വളപട്ടണം കളരിവാതുക്കൽ ക്ഷേത്രത്തിലും ഇത്തവണ കലശ മഹോത്സവം നടക്കുന്നത്. കലശ മഹോത്സവത്തോടെ ഉത്തര മലബാറിലെ തെയ്യാട്ടക്കാലത്തിന് സമാപനമാകുമെന്നാണ് പൊതുവെ പറഞ്ഞുവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പരിയാരം ഔഷധി ഇത്തവണ പരിസ്ഥിതി ദിന വിതരണത്തിനായി തയ്യാറാക്കിയത് 70,000-ഓളം ഔഷധ ചെടികൾ. പരിയാരം ഔഷധി സബ് സെന്ററിലെ ഔഷധ സസ്യ നഴ്സറിയിലാണ് തൈകൾ തയ്യാറാക്കിയിരിക്കുന്നത്. ജില്ലയിലെ സ്കൂളുകളിലും കോളേജുകളിലും സന്നദ്ധ സംഘടനകൾക്കും പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വിതരണത്തിനായി 70,000-ഓളം ഔഷധ വൃക്ഷ തൈകളാണ് വിതരണത്തിനായി പെരിയാരം ഔഷധി സബ് സെന്ററിൽ തയ്യാറായിരിക്കുന്നത്. അശോകം, കൂവളം, നീർമരുത്, ചിറ്റമൃത്, ഞാവൽ, ആര്യവേപ്പ്, താന്നി,
പുളി, എരിക്ക്, വാദം കൊല്ലി തുടങ്ങിയവയാണ് വിതരണത്തിനായി ഒരുക്കിയിരിക്കുന്നത്. നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്ന ചെടികൾ മനോഹരമായ കാഴ്ചയാണ്. കേരളത്തിൽ ഔഷധി നേരിട്ട് നടത്തുന്ന സർക്കാർ ഉടമയിലുള്ള ഏക ഔഷധ സസ്യ നഴ്സറിയാണ് പെരിയാരത്തേത്. ഔഷധിയുടെ വടക്കൻ മേഖല ഔഷധ വിതരണ കേന്ദ്രവും ഔഷധ സസ്യ വിജ്ഞാപന കേന്ദ്രവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തവണ ഔഷധിയുടെ ബോർഡിന്റെ തീരുമാനമനുസരിച്ചായിരിക്കും സൗജന്യ തൈകൾ വിതരണം ചെയ്യുക. മുൻകൂട്ടി അപേക്ഷ ക്ഷണിച്ചാണ് തൈകളുടെ വിതരണം. പരിയാരം ഔഷധി സബ് സെന്ററിനോട് അനുബന്ധിച്ചുള്ള ഈ ഔഷധ സസ്യ നഴ്സറിയിൽ ഏതാണ്ട് 70,000-ഓളം ചെടികൾ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. അന്യം നിന്ന് പോകുന്ന ഔഷധ സസ്യങ്ങളെ നിലനിർത്തുന്നതിനും നമ്മുടെ പുതിയ ജനറേഷനെ അത് നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ് ഇത്തരം നഴ്സറി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. SMBBയുടെ സഹായത്തോടെ 50,000 ചെടികളും മൊത്തം 70,000 ചെടികളോളം ഇവിടെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത്. അതിൽ ഏതാണ്ട് 15,000-ഓളം ചെടികൾ ഈ വർഷം ഔഷധിയുടെ തന്നെ പ്ലാന്റേഷനിലേക്ക് നടാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. പരിസ്ഥിതി ദിനത്തിൽ സൗജന്യമായി ലഭിച്ച ആയിരക്കണക്കിന് ഔഷധ സസ്യങ്ങൾ നടാനോ സംരക്ഷിക്കാനോ തയ്യാറാവാതെ നശിപ്പിച്ചത് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. പൊതുജനങ്ങൾക്ക് 20 രൂപ നിരക്കിൽ തൈകൾ ലഭ്യമാകും. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നിന്നും 25 വർഷത്തെ സേവനത്തിന് ശേഷം PRO തസ്തികയിൽ നിന്നും വിരമിക്കുന്ന KV ചാന്ദിനിക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ആശുപത്രിയിൽ വെച്ച് നടന്നു. TA മധുസൂദൻ MLA ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സഹകരണ ആശുപത്രിയിൽ നിന്നും 25 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം PRO തസ്തികയിൽ നിന്നും വിരമിച്ച KV ചാന്ദിനിക്കുള്ള യാത്രയയപ്പ് സമ്മേളനം TA മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ പരിപാടിയുടെ പ്രാധാന്യം എന്താണെന്ന് എന്ന് ബോധ്യപ്പെട്ടു വന്നു. പയ്യന്നൂർ സഹകരണ ആശുപത്രി 25 വർഷം മുൻപ് തുടങ്ങുന്നതിന് പല കാരണങ്ങളും ഇന്ന് ചിലപ്പോൾ അതെല്ലാവരും ഓർമ്മിക്കണമെന്നില്ല. ഇപ്പോൾ വരുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഞങ്ങളെ ഇതിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആശുപത്രി പ്രസിഡന്റ് V നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. M സുനിൽകുമാർ, ഡോക്ടർ P പുഷ്പാങ്കദൻ, C ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ സോമൻ, CP സുമതി, ആശുപത്രി സൂപ്രണ്ട് KV സന്തോഷ്, MV രതീഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഗുരുതര അസുഖം ബാധിച്ച് കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലുള്ള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് മെമ്പർ എടാടൻ വീട്ടിൽ കുഞ്ഞുകൃഷ്ണന്റെ മകൾ ശ്രീതു കൃഷ്ണന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹായം. വ്യാപാരി ഭവനിൽ വെച്ച് നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി ശ്രീതുവിന്റെ കുടുംബത്തിന് സഹായധനം കൈമാറി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മാതമംഗലം യൂണിറ്റ് മെമ്പർ എടാടൻ വീട്ടിൽ കുഞ്ഞികൃഷ്ണന്റെ മകൾ ശ്രീതു കൃഷ്ണൻ ശ്വാസകോശ സംബന്ധമായ ഗുരുതര അസുഖം ബാധിച്ച് കോഴിക്കോട് MVR ആശുപത്രിയിൽ ചികിത്സയിലാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് വലിയ സാമ്പത്തിക ചിലവ് ഇതിനോടകം തന്നെ ഈ കുടുംബം വഹിച്ചു. തുടർ ചികിത്സയ്ക്കും മറ്റുമായി ഇനിയും ലക്ഷങ്ങൾ വേണ്ടിവരുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഭാരിച്ച ചിലവ് ഈ കുടുംബത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ്. ഈ കുടുംബത്തെ സഹായിക്കുക എന്ന ലക്ഷ്യവുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി മെമ്പർമാരിൽ നിന്ന് സ്വരൂപിച്ച സംഖ്യ വ്യാപാരി ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് TP മുഹമ്മദ് ഹാജി ശ്രീതുവിന്റെ കുടുംബത്തിന് കൈമാറി. രമേശൻ ഹരിത, ഖാദർ മൗലവി, M ജനാർദ്ദനൻ, KK സെയ്താലി, TV മാധവൻ, VK കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. മാടായി ഉപജില്ലാ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ, സമഗ്ര ശിക്ഷ കേരളം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുന്നോടിയായി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലയിലെ LP, UP, ഹൈസ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത 60ഓളം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. പരിശീലനം ലഭിച്ച കുട്ടികൾ ജൂൺ 5-ന് പരിസ്ഥിതി ദിനത്തിൽ അവരവരുടെ സ്കൂളുകളിൽ പരിസ്ഥിതി ക്ലാസുകൾ എടുക്കും. മാടായി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിശീലന പരിപാടി കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജിർ ഉദ്ഘാടനം ചെയ്തു. മാടായി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ PK ഭാർഗവൻ അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KP പ്രദീപ് കുമാർ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. P പ്രസാദ്, MV വിനോദ് കുമാർ, PK വിശ്വനാഥൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കാങ്കോൽ ആലപ്പടമ്പ BMCയുടെ നേതൃത്വത്തിൽ ഒരുമിക്കാമരുവിക്കായി അരുവി പഠന സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. വടശ്ശേരി തോട് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു.
അരുവി പഠന സംരക്ഷണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയുടെ കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് തല ഉദ്ഘാടനം വടശ്ശേരി തോട് പരിസരത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് കെ പത്മിനി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ മോഹനൻ സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ വി സുരേഷ് ബാബു, ബിന്ദുമോൾ കെ ജി, മെമ്പർമാരായ കെ പങ്കജാക്ഷൻ, ബാബു കുര്യാക്കോസ്, പി എം വത്സല, ഇ രാജൻ, സതി ഇസി, ഷീബ ദിവാകരൻ, ശുചിത്വ മിഷൻ റിസോഴ്സ് പേഴ്സൺ കെ എം സോമൻ, പി മോഹനൻ മാസ്റ്റർ, CDS ചെയർപേഴ്സൺ യു ജയശ്രീ, NREG എഞ്ചിനീയർ ഹരിപ്രസാദ് എന്നിവർ സംസാരിച്ചു. BMC കൺവീനർ കെ എം മുരളീധരൻ പദ്ധതി വിശദീകരിച്ചു. മെയ് 26 മുതൽ ജൂൺ 5 വരെ നീണ്ടു നിൽക്കുന്ന യജ്ഞത്തിൽ ജനകീയ ബോധവൽക്കരണവും ശുചിത്വ നടപടികളും കർശനമാക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു. മാലിന്യം തള്ളുന്നവർക്ക് യാതൊരു പരിഗണനയും കൂടാതെ ഫൈൻ ഈടാക്കാനും നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ പറഞ്ഞു. അജൈവ മാലിന്യ സംസ്കരണത്തിന് തുടർച്ചയായി 100% യൂസർ ഫീ നേടിക്കൊണ്ട് ഹരിതകർമ്മസേനയും ജലാശയ ശുചീകരണത്തിന് NREG തൊഴിലാളികളുടെ പങ്കാളിത്തവും എടുത്തു പറയേണ്ടതാണ്. 100% ശുചിത്വം 100% ആരോഗ്യം എന്നതാണ് നമ്മുടെ ലക്ഷ്യമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ചെറുതാഴം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷീര ദിനം ആചരിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ക്ഷീരവ്യവസായ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ നടന്ന ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് പതാക ഉയർത്തൽ, സംഘത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് 20 പേർക്ക് 50,000 രൂപ വെച്ച് നൽകുന്ന റിവോൾവിംഗ് ഫണ്ടിന്റെ വിതരണോദ്ഘാടനം, വൃക്ഷത്തൈ നടൽ, പായസ വിതരണം, ക്ഷീരസാന്ത്വനം, ഇൻഷുറൻസ് കാർഡ് വിതരണം, ക്ഷീരകർഷകർക്കുള്ള ക്ലാസ് തുടങ്ങിയവ നടന്നു. പരിപാടിയുടെ ഉദ്ഘാടനം ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ നിർവഹിച്ചു. മുതിർന്ന കർഷകൻ പാറയിൽ കുഞ്ഞിരാമൻ മാസ്റ്റർ ക്ഷീരദിന പതാക ഉയർത്തി. കല്യാശ്ശേരി ക്ഷീരവികസന ഓഫീസർ ബീന PV ക്ഷീരദിന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സംഘം വൈസ് പ്രസിഡന്റ് KPV ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. ക്ഷീരമേഖല വെല്ലുവിളികളും പരിഹാരമാർഗങ്ങളും എന്ന വിഷയത്തിൽ ക്ഷീരകർഷകർക്ക് ക്ലാസ് സംഘടിപ്പിച്ചു. സംഘം സെക്രട്ടറി KM രാധിക സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നാടൻ കലാരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് പിലിക്കോട് ചുരിക നാടൻ കലാ നാട്ടറിവ് പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 3ാമത് സംസ്ഥാന ചുരിക പുരസ്കാരം പ്രഖ്യാപിച്ചു. നാട്ടുവാദ്യം, നാടൻപാട്ട്, സ്റ്റേജ് വിഷ്വൽ എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാര ജേതാക്കളെ കണ്ടെത്തിയത്. നാടൻപാട്ട് മേഖലയിൽ തൃശൂർ ജില്ലയിലെ ജിനി കൊടകര, നാട്ടുവൈദ്യ മേഖലയിൽ വയനാട് ജില്ലയിലെ സുരേഷ് മാത്യു കുമല, സ്റ്റേജ് വിഷ്വൽ വിഭാഗത്തിൽ തൃശൂർ ജില്ലയിലെ ജിനീഷ് വേലൂർ എന്നിവരാണ് ചുരിക പുരസ്കാരത്തിന് ഇത്തവണ അർഹരായതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 7 വർഷമായി കാസർഗോഡ് ജില്ലയിലെ പിലിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ചുരിക നാടൻ കലകളെയും നാട്ടുകലാകാരന്മാരെയും പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് അവാർഡ് നൽകി വരുന്നത്. നാടൻ കലാരംഗത്ത് പരിശീലനവും അവതരണവും നടത്തിവരുന്ന ചുരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ശില്പവും പ്രശസ്തി പത്രവും 10,000 രൂപയും അടങ്ങുന്നതാണ് ചുരിക പുരസ്കാരം. വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാനും നാടൻ കലാ ഗവേഷകനുമായ ഉദയൻ കുണ്ടംകുഴി, ചുരിക ഭാരവാഹികളായ രവീന്ദ്രൻ പുത്തിലോട്ട്, ദാമോദരൻ മുട്ടത്ത്, ദീപ രവീന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാങ്കോൽ ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക പുകയില വിരുദ്ധ ദിനം ആചരിച്ചു. പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും പുകയില വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പുകയില കമ്പനികളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്ന സന്ദേശം സമൂഹത്തിലേക്ക് പകർന്നുകൊണ്ട് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ സമൂഹ പ്രതിജ്ഞയെടുത്തു. കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നീലിമ മധു പ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുത്തു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് പുകയില വിരുദ്ധ ദിന സന്ദേശം നൽകി. പഞ്ചായത്തിലെ വിവിധ സ്ഥാപനങ്ങളിലും തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലും പുകയില വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടറി K മോഹനൻ നേതൃത്വം നൽകി. തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും സന്ദേശം നൽകുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കാഞ്ഞങ്ങാട് പടന്നക്കാട്ടെ CK നായർ ആർട്സ് ആൻഡ് മാനേജ്മെന്റ് കോളേജിന് മുന്നിൽ സ്ഥാപിക്കുന്നതിന് 4 അടി ഉയരമുള്ള ധ്യാന ബുദ്ധശില്പം പൂർത്തിയാവുന്നു. യുവശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ബുദ്ധശില്പം നിർമ്മിക്കുന്നത്. ജൂൺ പകുതിയോടെ ശില്പം സ്ഥാപിക്കും. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് സ്ഥാപകനും പൗരപ്രമുഖനുമായിരുന്ന CK നായരുടെ സ്മരണാർത്ഥം സ്ഥാപിതമായ CK നായർ കോളേജിന്റെ മുൻവശത്തിന് മനോഹാരിത കൂട്ടുന്നതിനായി നിർമ്മിച്ച വെങ്കല നിറത്തിലുള്ള ഫൈബറിൽ നിർമ്മിച്ച ശില്പം 3 മാസത്തോളം സമയമെടുത്താണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കോളേജ് അങ്കണത്തിൽ ഉദ്യാനത്തിനു നടുവിലായി 3 അടി ഉയരത്തിൽ തീർത്ത ചെങ്കൽപീഠത്തിന് മുകളിലാണ് ശില്പം സ്ഥാപിക്കപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിലടക്കം നിരവധി ശില്പങ്ങൾ ചെയ്ത് ശ്രദ്ധേയനായ യുവശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ബുദ്ധശില്പം നിർമ്മിക്കുന്നത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്
ചിത്രൻ കുഞ്ഞിമംഗലം. കിഷോർ KV, സുദർശൻ, ചിത്ര K എന്നിവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി. ഇപ്പോൾ നിർമ്മിക്കുന്നത് ധ്യാന ബുദ്ധശില്പമാണ്. 4 അടി ഉയരം വരുന്ന ശില്പം വെങ്കല നിറത്തിൽ ഫൈബർ ഗ്ലാസ്സിലാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള ബുദ്ധശില്പങ്ങൾ നിരവധി സ്ഥലങ്ങളിലേക്ക് നിർമ്മിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അത് റിസോർട്ടുകൾ, പൊതുസ്ഥാപനങ്ങൾ, വീടുകളിലേക്ക് അങ്ങനെ തുടങ്ങിയ പല സ്ഥലങ്ങളിലേക്ക് നിർമ്മിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. CK നായർ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ VV പുരുഷോത്തമനും കോളേജിലെ അധ്യാപകരായ ധനുഷ്, പ്രഫുൽ പ്രഭാകർ എന്നിവരും ചിത്രന്റെ പണിപ്പുരയിൽ എത്തി ശില്പനിർമ്മാണം വിലയിരുത്തിയിരുന്നു. ബുദ്ധശില്പം ജൂൺ പകുതിയോടെ സ്ഥാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. CPM-ലേക്ക് പോയ മുൻ BJP നേതാവ് ധനേഷ് മോത്തങ്ങ വീണ്ടും BJP-യിൽ ചേർന്നു. പഴയങ്ങാടിയിൽ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. RSSന്റെ മുൻ താലൂക്ക് സേവാ പ്രമുഖ്, ശാരീരിക് ശിക്ഷാ പ്രമുഖ്, താലൂക്ക് കാര്യവാഹക്, BJP ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് 4.5 മാസം മുൻപ് പഴയങ്ങാടിയിലെ മൊത്തങ്ങ ധനേഷ് BJP RSS ബന്ധം ഉപേക്ഷിച്ച് CPM-ൽ ചേർന്നത്. അന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ധനേഷിനെ ഷോൾ അണിയിച്ച് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ CPM-ന്റെ ബന്ധം ഉപേക്ഷിച്ച ധനേഷ് വീണ്ടും BJP-യിലേക്ക് തിരിച്ചെത്തി. പഴയങ്ങാടി എരിപുരത്ത് നടന്ന സ്വീകരണ യോഗം ജില്ലാ പ്രസിഡന്റ് M ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ശിവകുമാർ കേരളീയ സമൂഹത്തെ മൊത്തം പറഞ്ഞപ്പോൾ കണ്ണൂർ ജില്ലക്കാരനായ മുഖ്യമന്ത്രി ആ ജില്ലയിൽപ്പെട്ട ഒരു പ്രമുഖമായിട്ടുള്ള അമ്പലത്തെ പറ്റി അതിന്റെ പരിസരത്ത് നടന്നുവെന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു സാംസ്കാരിക നായകന്മാരും നാവുരിയാടിയിട്ടില്ല, പ്രതിഷേധിച്ചിട്ടില്ല, കോൺഗ്രസ് പ്രസ്ഥാനം തള്ളി പറഞ്ഞിട്ടില്ല. ഇത് എവിടുന്നാണ് കിട്ടിയത്? APCC അധ്യക്ഷൻ കണ്ണൂർക്കാരനാണ്. ധനേഷിന്റെ തിരിച്ചുവരവ് CPM ജില്ലാ സെക്രട്ടറി MV ജയരാജനുള്ള തിരിച്ചടിയാണെന്നും കാലം മാറിയത് CPM അറിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. CPM-ന് തിരഞ്ഞെടുപ്പ് ചിഹ്നം വരെ നഷ്ടപ്പെടാൻ പോവുകയാണെന്നും M ഹരിദാസ് പറഞ്ഞു. കടുത്ത അവഗണനയാണ് തനിക്ക് CPM-ൽ നിന്ന് നേരിടേണ്ടി വന്നത് എന്നും മാനസിക സമ്മർദ്ദം വന്നതോടെയാണ് BJP-യിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് എന്നും ധനേഷ് മൊത്തങ്ങ പറഞ്ഞു. പൊതുസമൂഹത്തിന്റെ മുന്നിൽ അദ്ദേഹം CPM-നൊപ്പം വന്നു എന്ന് കാണിക്കുവാനല്ലാതെ ഒരു ഷോ നടത്താൻ വേണ്ടി മാത്രമാണ് അവരെന്നെ ആ ഒരു പരിപാടി നടത്തിയത് എന്ന് തോന്നുന്നു. അതിനുശേഷം ഇതുവരെ അവഗണന മാത്രമായിരുന്നു ആ പാർട്ടിയിൽ. മാത്രമല്ല ഒരിക്കലും ഒത്തുചേരാൻ പറ്റാത്ത ഒരു മോരും മുതിരിയും പോലെയുള്ള 2 ധ്രുവങ്ങളായിരുന്നു. അതൊരിക്കലും ചേരില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാനിതിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ വളരെ 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 സന്തോഷം. അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. BJP മണ്ഡലം പ്രസിഡന്റ് C ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. മാടായി മണ്ഡലം ജനറൽ സെക്രട്ടറി K സജീവൻ, അഡ്വക്കേറ്റ് സജിത് കുമാർ, ശ്രീധരൻ ഉണ്ണി, സുജിത്ത് വടക്കൻ, CV സുമേഷ്, AK ഗോവിന്ദൻ, AV സുനാഗർ, UT ജയന്തൻ, T ശശീന്ദ്രൻ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ചെറുപുഴ ആയുർവേദ ആശുപത്രിയിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ഡോക്ടർ P രമേശന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉപഹാര സമർപ്പണം നടത്തി. ചെറുപുഴ ആയുർവേദ ആശുപത്രിയിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഡോക്ടർ P രമേശന് ചെറുപുഴ ഗ്രാമപഞ്ചായത്തിന്റെയും ആയുർവേദ പ്രൈമറി ഹെൽത്ത് സെന്ററിന്റെയും നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KF അലക്സാണ്ടർ ഉപഹാര സമർപ്പണം നടത്തി. എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ചെറുപുഴയിലെ ഒരു ആരോഗ്യ കേന്ദ്രമാണ് നമ്മുടെ ആയുർവേദ ആശുപത്രി. അവിടെ വന്നിരിക്കുന്ന ഒരു പ്രാവശ്യമെങ്കിലും വന്നിട്ടുള്ള എല്ലാ രോഗികളും ഡോക്ടറെ ഓർമ്മിക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അത് കൈപുണ്യമാണോ അങ്ങനെ ഏതാ വാക്കുപയോഗിക്കുന്നത് എനിക്കറിയില്ല. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി ചെയർമാൻ M ബാലകൃഷ്ണൻ, ഡോക്ടർ പ്രവീൺ, V കൃഷ്ണൻ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ജയകുമാർ, പാലക്കാടൻ കുഞ്ഞപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ രമേശൻ മറുമൊഴി ഭാഷണം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. വെങ്ങര വെൽഫെയർ സ്കൂളിൽ 1974 കാലയളവിൽ പഠിച്ചവരുടെ സംഗമം നടന്നു.
സൗഹൃദം 74 തിരികെ സ്കൂളിലേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം ആ കാലഘട്ടത്തിലെ പ്രധാന അധ്യാപകനായിരുന്ന VP ലക്ഷ്മണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. വെങ്ങര വെൽഫെയർ സ്കൂളിൽ 1974 കാലയളവിൽ പഠിച്ചവരുടെ സംഗമം സംഘടിപ്പിച്ചു. സൗഹൃദം 74 തിരികെ സ്കൂളിലേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച സംഗമം ആ കാലഘട്ടത്തിലെ പ്രധാന അധ്യാപകൻ ആയിരുന്ന VP ലക്ഷ്മണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. തുടങ്ങിയവരെല്ലാം നമ്മെ വിട്ടുവരുത്തി അവരുടെ ആത്മശാന്തിക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. മറ്റുള്ളവരാരെന്ന് നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഓർമ്മയില്ല, ഇല്ലാന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പപ്പയുടെ അധ്യാപകരായ സാവിത്രി ടീച്ചർ, VP ലക്ഷ്മണൻ മാസ്റ്റർ, വിശിഷ്ടാതിഥികളായ ഇബ്രാഹിം വെങ്ങര, KKR വെങ്ങര, KPK വെങ്ങര, പത്മൻ വെങ്ങര എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പ്രധാന അധ്യാപകൻ VV മുരളി അധ്യക്ഷത വഹിച്ചു. AV കുഞ്ഞിരാമൻ, സുകേഷ്, മനോഹരൻ വെങ്ങര, വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മൃഗബലി വിവാദത്തിൽ മറുപടിയുമായി തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം ട്രസ്റ്റ്. DK ശിവകുമാറിന്റെ പരാമർശം പോലൊരു കാര്യം നടന്നിട്ടില്ലെന്നും സംഭവം തെറ്റിദ്ധാരണാജനകമെന്നും ഇത്തരമൊരു ചർച്ച ക്ഷേത്രത്തിന് പേരുദോഷമുണ്ടാക്കുന്നതെന്നും മാധ്യമങ്ങളോട് ക്ഷേത്രം ഭാരവാഹികൾ. ഒറ്റപ്പെട്ട സംഭവങ്ങൾ പെരുപ്പിച്ചുകാട്ടി സഹകരണ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റും ചില മാധ്യമങ്ങളും സ്വീകരിക്കുന്നതെന്ന് മുൻ MLA TV രാജേഷ്. കേരളത്തിൽ സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും TV രാജേഷ്. കേരളത്തിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നു എന്ന DK ശിവകുമാറിന്റെ ആരോപണം കേരള സമൂഹത്തെ അപമാനിക്കുന്നതാണെന്ന് BJP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് N ഹരിദാസ്. കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമെന്നും N ഹരിദാസ്. ഈ വേനലവധിയും കഴിഞ്ഞു. കുട്ടികൾക്ക് കയറാനാകാതെ നഗരസഭയുടെ കുട്ടികളുടെ പാർക്ക്. കുട്ടികൾക്ക് കളിക്കാനും കുടുംബത്തോടൊപ്പം വിശ്രമിക്കാനും പയ്യന്നൂർ പുതിയ സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥ പരിതാപകരം. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.